സ്വാഗതം ടോപ് 10ലേക്ക്. എന്നും ചിരി നിറഞ്ഞ ലാഫിംഗ് വില്ല ഇന്ന് കണ്ണീർ കടലായി. കനത്ത മഴയും അവഗണിച്ചെത്തിയ ജനപ്രവാഹം ഒരു ചിരിക്കാലം തീർത്ത നടനോടുള്ള സ്നേഹമായിരുന്നു, ആദരമായിരുന്നു. ചിരിയുടെ ചെറുതരി പോലുമില്ലാത്ത വേഷത്തിലൂടെ ദേശീയ പുരസ്കാരം കൈപ്പിടിയിലൊതുക്കിയപ്പോഴും സലിം കുമാർ പറഞ്ഞു, ഈ പുരസ്കാരം താൻ കൈകളിലേക്കാണ് ഏറ്റുവാങ്ങുന്നത്, തലയിലേക്കല്ല. താരപരിവേഷവും പുരസ്കാരത്തിളക്കവും ഒന്നും മത്തുപിടിപ്പിക്കാത്ത സാധാരണക്കാർക്കിടയിലെ അസാധാരണക്കാരൻ. ഒരു കാലഘട്ടത്തെ നർമ്മത്തിൽ അടയാളപ്പെടുത്തിയ പ്രിയപ്പെട്ട സലീം കുമാർ, എങ്ങനെ മറക്കാനാണ് താങ്കളെ? നൽകിയ ചിരിമുഹൂർത്തങ്ങളിലൂടെ, അത് സമ്മാനിച്ച ട്രോളുകളിലൂടെ ആ മുഖം എന്നും മനസ്സിലുണ്ടാകും. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വ്യാപക നാശനഷ്ടം. ഇടുക്കിയിൽ രാത്രിയാത്രാ നിരോധനം. നിയന്ത്രണം മലയോര മേഖലയിൽ വൈകിട്ട് 7 മുതൽ രാവിലെ 6 വരെ. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം പടരുന്നു. കനത്ത ജാഗ്രതാ നിർദ്ദേശം. വീട്ടാവശ്യത്തിനുള്ള പാചകവാതക വിലയിൽ വർധനവ്. ഗാർഹിക സിലിണ്ടറിന് 29 രൂപ കൂടി 951 രൂപയായി. 3 മാസത്തിനിടെ കൂടിയത് 2 തവണ. വർധനവിന് കാരണം ഹോർമൂസ് പ്രതിസന്ധിയെന്നും അയൽ രാജ്യങ്ങളെക്കാൾ ഇന്ത്യയിൽ വില കുറവെന്നും പെട്രോളിയം മന്ത്രാലയം. പാവങ്ങളുടെ പണം കൊണ്ട് പണക്കാരുടെ ഖജനാവ് നിറയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് കോൺഗ്രസ്. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 മണിവരെ. അപേക്ഷിച്ചത് 1 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ കൂടുതൽ തെളിവുകൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി എറണാകുളം PMLA കോടതിയിൽ ഹർജി. ആവശ്യപ്പെട്ടത് വീണയും CMRലുമായുള്ള കരാർ ഉൾപ്പെടെ 134 രേഖകൾ. യഥാർത്ഥ സ്വഭാവം അഹന്ത കൃത്രിമമാണ്. വിനയമുള്ളൊരു അറിയാവുന്ന ആകർഷണം ഉണ്ടാകും. അഹന്തയുള്ളവർ മുഴുവൻ മാറി നിൽക്കാനാണ് പലരും ശ്രമിക്കുന്നത്. സ്നേഹം നഷ്ടമായാൽ ജീവിതം തന്നെ നഷ്ടമാകുമെന്ന് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി. അറിവിനും കഴിവിനുമുപരി സാഹചര്യങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യണമെന്നും നഷ്ടങ്ങളെയോർത്ത് വിലപിക്കുന്നവർ ലാഭത്തെ മറക്കുന്നുവെന്നും അമ്മ. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവം 2ാം ദിവസം തുടരുന്നു. അമ്മയുടെ ദർശന പുണ്യം തേടി ഭക്തജന പ്രവാഹം. ബന്ധുനിയമന വിവാദത്തിൽ രാജി. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് ബെന്നി തോമസ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും പ്രിയതാരം മടങ്ങി. സലിം കുമാറിന് ആദരാഞ്ജലി അർപ്പിച്ച സാംസ്കാരിക കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകി ജന്മനാട്. അനുശോചിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ. ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്നതിന് ഇറാന് നിബന്ധനകൾ വെച്ച് അമേരിക്ക. മത്സര ദിവസം രാവിലെ എത്തി രാത്രി മടങ്ങണമെന്ന് കർശന നിർദ്ദേശം. ഇറാൻ ടീം അമേരിക്കയിലെത്തേണ്ടത് മെക്സിക്കോയിലെ ക്യാമ്പിൽ നിന്ന്. അപലപിച്ച ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ. സഖ്യകക്ഷികളുടെ അതൃപ്തിക്കിടെ നാളെ ഇന്ത്യ മുന്നണി യോഗം. കോൺഗ്രസിനെതിരെ CPM അടക്കം പ്രതിഷേധം അറിയിക്കും. രാജ്യസഭാ സ്ഥാനാർത്ഥി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിൽ JMMന് അതൃപ്തി. യോഗത്തിൽ പങ്കെടുക്കാൻ മമതാ ബാനർജി ഡൽഹിയിൽ. DMK വിട്ടുനിൽക്കും. 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് ജയറാം രമേശ്. സ്റ്റോറി ഓഫ് ദി ഡേ. കാക്കാം ഈ പ്രകൃതിയെ കണ്ടലിലൂടെ. സംസ്ഥാനത്ത് ഇനി ബുധനാഴ്ച വരെ അതിതീവ്ര മഴയാണ്. അതിനാൽ ഇടുക്കിയിൽ രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാലാണ് നിരോധനം. നാളെ വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്.
അതിശക്തമായ മഴ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കിയിൽ രാത്രിയാത്ര നിരോധിച്ചത്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് യാത്രാ നിരോധനം. തൊടുപുഴ പുളിയന്മല കമ്പനിപ്പടിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം വീണെങ്കിലും ആർക്കും പരിക്കില്ല. പത്തനംതിട്ടയിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ട് സ്കൂളിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. അതിതീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വയനാട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനത്തിനും വിനോദസഞ്ചാരത്തിനും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ക്വാറികൾക്ക് പുറമെ ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിലെ ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും അഡ്വഞ്ചർ ടൂറിസം സെന്ററുകൾക്കും ട്രക്കിങ്ങുകൾക്കും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണമാണ് പിൻവലിച്ചത്. അതേസമയം യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കത്തിനുള്ള നിയന്ത്രണം തുടരും. മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഷിഗല്ല രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കർശന ജാഗ്രതാ നിർദ്ദേശം. 3 കുട്ടികൾ ഉൾപ്പെടെ 26 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലും ആറന്മുളയിലുമായി 23 പേർക്കും കോഴിക്കോട് 3 കുട്ടികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും തട്ടുകടകളിലും ഉൾപ്പെടെ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഷിഗല്ല കേസുകൾ വർദ്ധിച്ചു വരുന്നതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. 3 കുട്ടികൾ ഉൾപ്പെടെ 126 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഒരാഴ്ച മുമ്പുള്ള കണക്കുകൾ പ്രകാരം ആലപ്പുഴ, ആറന്മുള ഭാഗങ്ങളിൽ 123 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 3 കുട്ടികൾക്കും രോഗബാധയുണ്ടായി. ഇതിൽ 1 കുട്ടി മരണപ്പെട്ടു. മറ്റ് 2 കുട്ടികൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതായി മന്ത്രി അറിയിച്ചു. കർശന ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആലപ്പുഴ, ആറന്മുള ഭാഗത്തൊക്കെ 123 പേർക്ക് രോഗം വന്നതായിട്ടാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികളെയാണ് ഈ രോഗം വന്ന് അവിടെ അഡ്മിറ്റായത്. അതിൽ 2 പേര് ഡിസ്ചാർജ് ചെയ്തു. ഈ 1 കുട്ടി മരിച്ചു. അതേസമയം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ബാക്ടീരിയ പടർത്തുന്ന ഷിഗല്ല രോഗം പിടിപെടുന്നത്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, തട്ടുകടകൾ കേന്ദ്രീകരിച്ച ശുചിത്വം നിർബന്ധമാക്കാനും പരിശോധന കർശനമാക്കാനും നിർദ്ദേശം നൽകി. ഹോട്ടലുകളിലുള്ള ഭക്ഷണം ഇപ്പോൾ ഫുഡ് സേഫ്റ്റിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ഹോട്ടലുകളിൽ വെള്ളം കൊടുക്കുന്നത് സാധാരണ നിയമം അനുസരിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണമെന്നാണ് നിയമം. എബോള രോഗത്തിനും സംസ്ഥാനത്ത് ജാഗ്രതയുണ്ട്. ഉഗാണ്ടയിൽ നിന്ന് വരുന്നവരെ വിമാനത്താവളങ്ങളിൽ പ്രത്യേകമായി നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് ഷിഗല്ല ബാധിച്ച് 4.5 വയസ്സുകാരി മരിച്ചതിന് പിന്നാലെ മേഖലയിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. നിലവിൽ ഷിഗല്ല ബാധിച്ച് പന്തീരങ്കാവ്, പുറമേരി സ്വദേശികളായ 2 കുട്ടികൾ ചികിത്സയിലുണ്ട്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. ഷിഗല്ല ബാധിച്ച് മരിച്ച 4.5 വയസ്സുകാരി നിളയുടെ മരണത്തിന് പിന്നാലെ കുട്ടിക്ക് രോഗബാധയുണ്ടായ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് ഊർജിതമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മരിച്ച നിളയ്ക്ക് പുറമെ പുറമേരി, പന്തീരങ്കാവ് സ്വദേശികളായ 10ഉം 2ഉം വയസ്സുള്ള കുട്ടികൾക്കും ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഈ പ്രദേശങ്ങളിൽ കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ 3 പ്രദേശങ്ങളിലും രോഗലക്ഷണമുള്ളവർ ഉടൻ ചികിത്സ തേടാനും നിർദ്ദേശമുണ്ട്. ജൂൺ 1-നാണ് വയറിളക്കത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ നിളയെ പ്രവേശിപ്പിക്കുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാവിലെയാണ് നിള മരിച്ചത്. നേരത്തെ ചികിത്സ തേടിയ ആശുപത്രികളിൽ നിന്നും ഷിഗല്ലയെന്ന് കണ്ടെത്താൻ കഴിയാതെ പോയതാണ് നിളയുടെ മരണത്തിലേക്ക് നയിച്ചത്. മലമൂത്ര വിസർജനം വഴി മലിനമായ ജലസ്രോതസ്സുകളിലെ വെള്ളം കുടിക്കുകയോ കുളിക്കുകയോ ചെയ്യുന്നതിലൂടെ ഷിഗല്ല രോഗം വരാം. മഴ ശക്തമാവുന്നതോടെ വെള്ളം മലിനമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ഭക്ഷണത്തിന് മുൻപ് കൈകൾ സോപ്പിട്ട് വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഷിഗല്ല പടരുന്നതിനിടെ ചില വ്യാജ വാർത്തകളും പ്രചരിക്കുകയാണ്. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KT രേഖ അറിയിച്ചു. കോളിയാടി AUP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രോഗബാധയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടക്കുന്നുവെന്നും ഫലം വരാതെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നും DMO ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ യുദ്ധമുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. വർദ്ധിക്കുന്ന ഇന്ധന പാചകവാതക വിലയായി അത് ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയാണ്. രാജ്യത്ത് ഗ്യാസിന്റെ വില ഇന്നും കൂടി. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 29 രൂപയാണ് കൂടിയത്.
ഇനി ഒരു സിലിണ്ടറിന് കേരളത്തിൽ 951 രൂപ നൽകണം. രാജ്യത്ത് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വിലയാണ് വർദ്ധിപ്പിച്ചത്. 14.2 കിലോയുള്ള ഗ്യാസ് സിലിണ്ടറിന് 29 രൂപ കൂട്ടി. വില വർധനവ് ഇന്നു മുതൽ പ്രാബല്യത്തിലായതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതോടെ ഡൽഹിയിൽ ഗാർഹിക LPGയുടെ വില 942 രൂപയായി. കേരളത്തിൽ വില 951 രൂപയാണ്. ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന സിലിണ്ടറുകളുടെ വില സബ്സിഡി കഴിഞ്ഞ് 642 രൂപ മാത്രമാണ്. 3 മാസത്തിനിടെ 2ാം തവണയാണ് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 60 രൂപ കൂട്ടിയിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധവും ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിയുമാണ് LPG ഇന്ധനവില വർധനവുകൾക്ക് കാരണം. എങ്കിലും വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലാണ് പാചകവാതകത്തിന് വില കുറവുള്ളത്. അമേരിക്കയിൽ സിലിണ്ടറിന് 1755 രൂപയും ഓസ്ട്രേലിയയിൽ 1765 രൂപയുമാണ് വില. അയൽ രാജ്യങ്ങളായ നേപ്പാളിൽ 1207 രൂപയും ബംഗ്ലാദേശിൽ 1225 രൂപയുമാണ് ഗാർഹിക സിലിണ്ടറിന് നൽകേണ്ടത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് ഇനിയും അപേക്ഷിക്കാനുള്ളവർക്കൊരു റിമൈൻഡർ. അപേക്ഷിക്കാനുള്ള സമയം ഇന്ന് രാത്രി 12 മണി വരെയുള്ളൂ. ഇതുവരെ ലഭിച്ചത് 1 ലക്ഷത്തിലധികം അപേക്ഷകളാണ്. അതേസമയം നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ക്രമീകരണങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉന്നതതല യോഗം ചേർന്ന് വിലയിരുത്തി. ചോദ്യപേപ്പറുകൾ വ്യോമസേനയുടെ നേതൃത്വത്തിൽ എത്തിക്കും. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സമയം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ആദ്യം ഇന്നലെ വരെയായിരുന്നു സമയം നൽകിയതെങ്കിലും വെബ്സൈറ്റിൽ സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്തതിനാൽ 1 ദിവസം കൂടി നീട്ടി നൽകുകയായിരുന്നു. ഇതുവരെ 1 ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചതിനാൽ പുനർമൂല്യനിർണ്ണയം വേഗത്തിലാക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. നേരത്തെ പരീക്ഷയിലും പുനർമൂല്യനിർണ്ണയ അപേക്ഷയിലുണ്ടായ വീഴ്ചകളെ തുടർന്ന് CBSE ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റിക്കൊണ്ട് കടുത്ത നടപടി വിദ്യാഭ്യാസ മന്ത്രാലയം സ്വീകരിച്ചിരുന്നു. പരീക്ഷാ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ കോംപ്റ്റ് കമ്പനിയുടെ സേവനം തുടരുന്നതിനെതിരെയും പരാതി ലഭിച്ചിട്ടുണ്ട്. അതേസമയം ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ക്രമീകരണങ്ങൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് വിലയിരുത്തി. ചോദ്യപേപ്പറുകൾ സുരക്ഷിതമായി എത്തിക്കാൻ ചരിത്രത്തിലാദ്യമായി ഇത്തവണ വ്യോമസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും മാറ്റങ്ങൾ വരുത്താനും NTA തീരുമാനിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ടെലിഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിരീക്ഷണത്തിലാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CMRL എക്സാലോജിക് കേസിൽ വീണ വിജയനെതിരെ നിർണായക നീക്കം നടത്തുകയാണ് ED. SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി എറണാകുളം PMLA കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. വീണയും CMRLുമായുള്ള കരാർ ഉൾപ്പെടെ 134 രേഖകളാണ് ആവശ്യപ്പെട്ടത്. CMRL എക്സാലോജി കേസിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടുകളിലെ കരാറുകൾ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ തേടി എറണാകുളം PMLA കോടതിയെ ED സമീപിച്ചു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിലെ വിവരങ്ങളും പിടിച്ചെടുത്ത രേഖകളും കൈമാറണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം. 54 ഭാഗങ്ങളായുള്ള 134 രേഖകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ED സമർപ്പിച്ചു. വീണയും CMRLും തമ്മിലുണ്ടാക്കിയ 2016ലെയും എക്സാലോജിക്കും CMRLും തമ്മിലുണ്ടാക്കിയ 2017ലെയും കരാറുകൾ എന്നിവയുടെ പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. എക്സാലോജിക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺസ് വിശദാംശങ്ങൾ എന്നിവയും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ലോൺ വിശദാംശങ്ങളും വീണയുടെ ലോൺ തിരിച്ചടവിന്റെ വിശദാംശങ്ങളും ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുണ്ട്. വീണ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന്റെ ആദ്യ ഭാഗമെന്ന നിലയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നീക്കം. പഴുതടച്ച നീക്കങ്ങളായിരിക്കും EDയുടെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാവുക. നിയമത്തെക്കാൾ അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി CPM കേസിനെയും ED നീക്കങ്ങളെയും നേരിടാൻ തീരുമാനിച്ചതോടെയാണ് അന്വേഷണ സംഘം ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ നടപടികൾ വേഗത്തിലാക്കിയത്. തെളിവുകൾ പൂർണ്ണമായും ലഭിച്ച ശേഷം മുന്നോട്ടു പോകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ അന്വേഷണ സംഘത്തിന് ED ഡയറക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. കോടതിയിൽ നിന്നുൾപ്പെടെ ചോദ്യങ്ങൾ ഉയരാത്ത തരത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ED ഉദ്യോഗസ്ഥർ. ഏതായാലും EDയുടെ ഈ നീക്കം വീണ വിജയനെയും CMRL കമ്പനിയെയും സംബന്ധിച്ച് നിർണായകമാണ്. അമൃത ന്യൂസ്, കൊച്ചി.
സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊച്ചി ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം തുടരുന്നു. സ്നേഹം നഷ്ടമായാൽ ജീവിതം തന്നെ നഷ്ടമാകുമെന്ന് അമ്മ പറഞ്ഞു. അറിവിനും കഴിവിനുമുപരി സാഹചര്യങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യണമെന്നും അമ്മ വ്യക്തമാക്കി. അമ്മയുടെ ദർശനം തുടരുകയാണ്. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവത്തിലേക്ക് എത്തിയത് പതിനായിരങ്ങളാണ്. മക്കളെ കാണാൻ രാവിലെ 11 മണിയോടെ അമ്മ വേദിയിലേക്കെത്തി. കൊച്ചി മേയർ VK മിനിമോൾ, MLA-മാരായ TJ വിനോദ്, ദീപക് ജോയ് എന്നിവരും അമ്മയെ സ്വീകരിക്കാനെത്തി. കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ, മുൻ ജസ്റ്റിസുമാരായ CN രാമചന്ദ്രൻ നായർ, PR രാമൻ, കണ്ണൂർ സർവകലാശാല VC ഡോക്ടർ KK സാജു, നടി അമല പോൾ, സംവിധായകൻ ജയരാജ് എന്നിവരും അമ്മയെ സ്വീകരിച്ചു. തുടർന്ന് മക്കളോട് സംസാരിച്ച അമ്മ സ്നേഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പുതിയ കാലത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തി. നഷ്ടങ്ങളെക്കുറിച്ചോർത്ത് വിലപിക്കുന്നവർ ലാഭത്തെ മറക്കുകയാണ്. സ്നേഹം നഷ്ടമായാൽ ജീവിതം തന്നെ നഷ്ടമാകുമെന്ന് അമ്മ പറഞ്ഞു. നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് മാത്രം അളക്കാൻ സാധിക്കാത്ത നിഗൂഢതയാണ് ജീവിതം. ആ വൻകടൽ നീന്തി കടക്കാൻ നമ്മുടെ ഇത്തിരി പോന്ന 2 കൈയും കാലും ചെറിയ ശരീരവും മാത്രം പോരാ. യഥാർത്ഥ ജീവിതം അനന്തമാണ്. അതിനാണ് ശിഷ്യന്മാർ സത്യമെന്ന് വിളിച്ചത്. നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ഓർത്ത് വിലപിക്കും നമ്മൾ. ഈ ജീവിതം കൊണ്ട് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ലാഭത്തെക്കുറിച്ച് മറക്കുകയാണ്. ബിസിനസ് ചെയ്യണം, പണം ഉണ്ടാക്കണം, അതാണ് ബിസിനസ് നമ്മുടെ ലക്ഷ്യം. അത് വേണ്ടാന്നൊരിക്കലും പറയുന്നു. ബിസിനസ് നഷ്ടമായ പാപ്പരാകും. ഇത് ബിസിനസ് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം പാപ്പരത്വം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്നേഹം നഷ്ടമായാലോ ജീവിതം തന്നെ നഷ്ടമാണ്. കാരണം ജീവിതത്തിൻ്റെ മൂലധനം സ്നേഹമാണ്. ആ സ്നേഹമെന്ന ലാഭം കൊയ്തെടുത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവറക്കി നോക്കണം എന്നുള്ളതാണ്. വിനയമാണ് നമ്മുടെ യഥാർത്ഥ ഭാവമെന്നും അഹന്തയ്ക്കും അഹംഭാവത്തിനും ഏറെ നാൾ നിലനിൽക്കാനാകില്ലെന്നും അമ്മ വ്യക്തമാക്കി. വിനയമാണ് നമ്മളുടെ യഥാർത്ഥ സ്വഭാവം. അഹന്ത കൃത്രിമമാണ്. വിനയമുള്ളൊരു അറിയാതൊരു ആകർഷണം ഉണ്ടാകും. അഹന്തയുള്ളവർ മുഴുവൻ മാറി നിൽക്കാനാണ് പലരും ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാവമാണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുക ചിന്തിക്കുക. നമ്മളിൽ ചിന്ത വന്ന ഉടനെ തന്നെ വാക്കായി ചീത്ത വിളിക്കും. ചിന്ത വന്ന ഉടനെ അടിയാകും. ഈ ആദ്യത്തെ ചിന്ത നമ്മുടെ കയ്യിലല്ല, ശരിയാണ്. നമ്മുടെ വാസന കൊണ്ടോ ആഗ്രഹങ്ങൾ കൊണ്ടോ അല്ല മുൻവിധി കൊണ്ടോ ഒക്കെ നമ്മുടെ മനസ്സിനകത്ത് കയറി ഒരാളെ കാണുമ്പോൾ വരാം. ആ ചിന്ത അത് നമ്മുടെ കയ്യിലല്ല. അതിന് പുറത്ത് വീണോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ഭജന, ഈശ്വരനും മനസ്സും ഒന്നായ നിമിഷങ്ങൾ. പ്രത്യേക പൂജകളും 2 ദിവസത്തെ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അങ്ങനെ ഉത്സവാന്തരീക്ഷത്തിൽ കണ്ണും മനസ്സും നിറഞ്ഞ് അമ്മയുടെ മക്കൾക്ക് ദിവ്യദർശന സാഫല്യം. അമൃത ന്യൂസ്, കൊച്ചി. സഞ്ചരിക്കുന്ന ആശ്രമമാണ് അമ്മയുടെ യാത്രയെന്നും അത് ഉത്സവമാണെന്നും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി. ആഘോഷത്തിനപ്പുറം ആധ്യാത്മിക യാത്രയാണ് അമ്മയുടേതെന്നും അമ്മ എവിടെയാണെങ്കിലും അവിടം അമൃതപുരിയാകുമെന്നും സ്വാമിജി പറഞ്ഞു. ഓം അമൃതേശ്വരിയെ നമഃ. ദീർഘനാളിന് ശേഷമാണ് അമ്മ കേരള യാത്ര നടത്തുന്നത്. യാത്രകളെന്നും ഒരു ആഘോഷമാണ്. കാരണം അമ്മയോടൊപ്പം ഒരു വലിയ സന്നാഹം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു 15ഓളം ബസ്സുകൾ, അതുപോലെ ഒരു 3-4 ട്രക്കുകൾ, കാറുകൾ, ഏതാണ്ട് ഒരു 600-700 പേരൊക്കെ ആണ് അമ്മയോടൊപ്പം അമ്മ എവിടെ പോയാലും യാത്ര ചെയ്യുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല,
അമ്മയുടെ ഭാരതയാത്ര, അതായത് അമൃതപുരി തുടങ്ങി കൽക്കട്ട വരെയുള്ള യാത്രകൾ ഇതുപോലെ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ വിദേശ രാജ്യങ്ങളിലേക്ക് പോയാലും ഉള്ള യാത്രകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഇപ്പോൾ അമേരിക്കയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ ആദ്യമായി ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ സിയാറ്റിലിൽ ഇറങ്ങുന്നു. ഏതെങ്കിലും ഒരു നഗരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ഏതാണ്ട് ഒരു 11-12 സിറ്റികൾ, നഗരങ്ങൾ ഇതുപോലെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അവിടെയും ഒരു 5-6 വലിയ ബസ്സുകളും ട്രക്കുകളും ഒക്കെ ഉണ്ടാവും. ഒരു 400-500 പേർ അമ്മയോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടാവും. യൂറോപ്പിലാണെങ്കിൽ ഇത് തന്നെയാണ്. അപ്പോൾ അമ്മ ലോകത്തിൽ എവിടെ പോയാലും അമ്മ യാത്ര ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതിനൊരുപാട് പ്രത്യേകതകളുമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സഞ്ചരിക്കുന്ന ആശ്രമം ആണ്, ഒരു മൊബൈൽ ആശ്രമം. ആശ്രമത്തിൽ എന്തെല്ലാം നമ്മൾ ചിട്ടകൾ നടത്തുന്നുണ്ടോ, എന്തെല്ലാം നിഷ്ഠകളുണ്ടോ, എന്തെല്ലാം ആചാരങ്ങളുണ്ടോ, അവയെല്ലാം ഈ യാത്രയിൽ ഞങ്ങൾ പരിപാലിച്ചു പോരുന്നു. അതായത് എവിടെയെങ്കിലും നിർത്തിയിട്ട് അമ്മ എല്ലാവർക്കും ആഹാരം വിളമ്പി കൊടുക്കുന്നു. അതിന് മുൻപായി ധ്യാനവും ജപവും ചോദ്യോത്തരവും ആധ്യാത്മിക സംഭാഷണങ്ങളും ഭജനയും ഒക്കെ ഉണ്ടാകും. അതെല്ലാം കഴിഞ്ഞാൽ ഈ ആഹാരം, അതിപ്പം ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചഭക്ഷണം, വൈകുന്നേരമാണെങ്കിൽ അത്താഴം, അത് അമ്മ ഇത്രയും പേർക്ക് അമ്മ തന്നെ കൊടുക്കും. ചിലപ്പോൾ ആ പരിസരത്തുള്ള ഭക്തന്മാരും ഒക്കെ ആ സമയത്ത് അവിടെ വന്നു എന്നിരിക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരു ഈ യാത്ര ചെയ്യുന്നവരും നാട്ടുകാരും ഭക്തന്മാരും എല്ലാവരും കൂടെ ഒരു 10,200 പേർ ആ സമയത്തുണ്ടാകും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊരു വലിയ ആഘോഷം ആണ്. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയെ കാണാനെത്തുന്ന നടക്കാൻ പ്രയാസമുള്ള ഭക്തർക്ക് വീൽ ചെയർ സംവിധാനമൊരുക്കി കൊച്ചി അമൃത ആശുപത്രി. പ്രായമായവർക്കും ശാരീരിക പ്രശ്നങ്ങളുള്ളവർക്കും വീൽ ചെയർ ലഭ്യമായിരുന്നു. അമ്മയുടെ ദർശനത്തിനായി നിരവധി പേരാണ് അവശതകൾ മറന്ന് ബ്രഹ്മസ്ഥാനത്തേക്ക് എത്തിയത്. നടക്കാൻ പ്രയാസമുള്ള ഭക്തജനങ്ങൾക്കും അനായാസേന അമ്മയ്ക്കരികിലേക്ക് എത്താൻ അമൃത ആശുപത്രി അവസരമൊരുക്കി. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ പന്തൽ ആരംഭിക്കുന്നിടത്തു നിന്ന് തന്നെയായിരുന്നു വീൽചെയർ സംവിധാനം ഉണ്ടായിരുന്നത്. മഹോത്സവം നടക്കുന്ന എല്ലാ ദിവസവും നിരവധി പേരാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയത്. പേഷ്യൻസിനെ മാക്സിമം അമ്മയിലേക്ക് ദർശനത്തിലേക്ക് എത്തിക്കുക. പിന്നെ വീൽചെയറിൻ്റെ സൗകര്യം ആവശ്യപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം മിനിമം ഒരു 5-8 വീൽ ചെയറുകൾ നമ്മൾ അമ്മയുടെ എത്തിക്കാറുണ്ട്. അപ്പം ഞങ്ങളിവിടെ വീൽ ചെയർ കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള സൗകര്യങ്ങളും അതിനുള്ള സജ്ജീകരണങ്ങളും PMS സ്റ്റാഫ് എന്നുള്ള രീതിയിൽ എല്ലാം ഞങ്ങളെല്ലാവരും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാ സ്റ്റാഫും നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പ്രായമായിട്ട് നടക്കാൻ വയ്യാതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. വീൽ ചെയർ വേദിയിലേക്ക് എത്തിക്കാൻ പ്രത്യേക വഴിയും ഒരുക്കിയിരുന്നു. അമ്മയുടെ ദർശനം കഴിഞ്ഞ് ഭക്തർ തിരിച്ച് വാഹനങ്ങളിൽ കയറുന്നതുവരെ ആശുപത്രി ജീവനക്കാർ അവർക്കൊപ്പം നിന്നു. അമൃത ന്യൂസ്, കൊച്ചി. പൊതു ഇടങ്ങൾ ഉൾപ്പെടെ മാലിന്യമുക്തമാകണമെന്ന അമ്മയുടെ സന്ദേശത്തിന്റെ തുടർച്ചയാണ് അമലഭാരതം. പദ്ധതിയുടെ ചുവട് പിടിച്ച സുന്ദരമായ പൊതു ഇടങ്ങൾ രാജ്യത്ത് നിരവധിയുണ്ട്. 10,000 വന്നുപോകുന്ന ഇടപ്പള്ളി ബ്രഹ്മസ്ഥാനത്തും അമലഭാരതം പ്രവർത്തകർ സജീവമാണ്. ലോകസമാധാനത്തിനും പരസ്പര സ്നേഹത്തിനും വേണ്ടി നിലകൊള്ളുന്ന അമ്മയുടെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് അമലഭാരതം. മാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഭാരതത്തെ സംശുദ്ധിയുടെ പുതിയ ലോകമാക്കി മാറ്റുക എന്നതായിരുന്നു അമ്മയുടെ ദർശനം. 2010 അമ്മയുടെ പിറന്നാൾ ദിനത്തിലാണ് അമലഭാരതത്തിന് തുടക്കമായത്. 16 വർഷങ്ങൾക്കിപ്പുറം പൊതുവിടങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾപ്പെടെ നിരവധി ഇടങ്ങൾ അമലഭാരതത്തിന്റെ ഭാഗമായി ശുദ്ധീകരിക്കപ്പെട്ടു. ഭാരതത്തെ സ്വന്തം നാടായി കാണുന്ന അമ്മയുടെ വിദേശ മക്കളും അമലഭാരതത്തിന്റെ വക്താക്കളാണ്.
കൊച്ചി ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിലും മാലിന്യ സംസ്കരണം അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. വെറും മാലിന്യ ശേഖരണം മാത്രമല്ലെന്നും പുനരുപയോഗത്തിന്റെ സാധ്യതകളുണ്ടെന്നും 2010 മുതൽ അമലഭാരതത്തിന്റെ ഭാഗമായ അഖിലേഷ് പറഞ്ഞു. ഫിൻലാൻഡ് സ്വദേശിയാണ് അഖിലേഷ്. ശരിയായ മാലിന്യ സംസ്കരണ പാതയിലേക്ക് ഇന്ത്യ പതിയെയാണെങ്കിലും എത്തിച്ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. One part of what we're doing here is the Amala Bharatam campaign, and so cleaning India. And as we know, in these kind of gatherings, there's so many people that come, so there's a lot of waste to be produced. And this is probably one of the only programs, or these kinds of programs that we're really trying to make this a zero waste program. So I'm really enjoying it. The country is so beautiful. Why do you want to throw waste on the ground? So that's what we're trying to do here also, just to send spread Amma's message about cleaning and cleanliness, and especially in these kinds of places, we're trying to just show with an example that waste is not waste. It can be actually also, a wealth in some sense, because by recycling everything that we're doing. പരിസരം ശുദ്ധിയായാൽ നാട് നന്നാകുമെന്ന വലിയ സന്ദേശത്തിന്റെ തുടർച്ചയാണ് ബ്രഹ്മസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞത്. പ്രായഭേദമന്യേ അമ്മയുടെ മക്കൾ ഓരോ മണിക്കൂറും പരിസരങ്ങൾ വൃത്തിയാക്കുകയാണ്. മാലിന്യങ്ങൾ പ്രത്യേകം തരംതിരിച്ചാണ് സംസ്കരണത്തിനായി കൊണ്ടുപോകുന്നത്. വികസിത ഭാരതത്തിന് വിശാല കാഴ്ചപ്പാട് തന്നെയാണ് അമ്മ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആ പാത പിന്തുടർന്ന് വലിയ മാറ്റം കൊണ്ടുവരികയാണ് നാടെങ്ങും. അമൃത ന്യൂസ്, കൊച്ചി. അളിയനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയപ്പോൾ തൊട്ട് മന്ത്രി സണ്ണി ജോസഫ് വിവാദത്തിലാണ്. പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല, KPCC യോഗത്തിലും പഴികേട്ടു. എന്തായാലും ആ വിവാദത്തിന് ഇപ്പോൾ വിരാമമാവുകയാണ്. ബന്ധുനിയമന വിവാദത്തെ തുടർന്ന് തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുകയാണ് സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് ബെന്നി തോമസ്. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. പേഴ്സണൽ സ്റ്റാഫിലെ ബന്ധുനിയമന വിവാദത്തിൽ ഒടുവിൽ ബെന്നി തോമസ് രാജിവെച്ചു. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ബെന്നി തോമസിനെ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കിയതാണ് വിവാദമായത്. ഇടതുകാലത്തെ ബന്ധു നിയമനത്തിനെതിരെ ആഞ്ഞടിച്ച UDF അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞതെല്ലാം മറന്നുവെന്നായിരുന്നു വിമർശനം. നിയമനത്തിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷവും വിമർശനം ഉന്നയിച്ചു. സഭയിൽ മറുപടി പറഞ്ഞില്ലെങ്കിലും സഭയ്ക്ക് പുറത്ത് 2 വട്ടം നടപടിയെ മന്ത്രി ന്യായീകരിച്ചു. ഇന്നലെ ബന്ധു നിയമന വിവാദത്തെ ചൊല്ലി KPCC നേതൃയോഗത്തിലും സണ്ണി ജോസഫിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. അതിനെയും തള്ളിപ്പറഞ്ഞ മന്ത്രി നടപടിയെ ന്യായീകരിച്ചു. ടെസ്റ്റും ഇന്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നടത്തുന്ന ഒരു നിയമനമല്ല ഇത്. കൺസേൺഡ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തനത്തിന് സഹായിക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി എൻ്റെ റിലേറ്റീവ് ആണെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഇലക്ഷൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് എൻ്റെ ചീഫ് ഏജൻ്റായിട്ട് പ്രവർത്തിച്ച നല്ല ക്യാരക്ടറുള്ള, നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിലെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള, ഒരു വിവാദത്തിനും വഴിയൊടുക്കാത്ത കഴിവുള്ള, ബുദ്ധിയുള്ള, എനിക്ക് കൂടി സ്വീകാര്യതയുള്ള, വിശ്വാസമുള്ള ഒരാളാണ് ബെന്നി തോമസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്. സ്വജനപക്ഷപാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ വിമർശനമായി ഉയർന്നത്. സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ വന്ന വിവാദം സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുമെന്ന സാഹചര്യത്തിലാണ് ബെന്നി തോമസ് രാജിവെച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്നും ചിരിപ്പിച്ച സലീം കുമാറിനെ ഓർത്ത് മലയാളികൾ തേങ്ങിയ ദിവസമായിരുന്നു ഇന്ന്. സ്നേഹത്താൽ ഒത്തുകൂടിയ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ നിരവധി പ്രമുഖർ ചടങ്ങിന് സാക്ഷിയായി. ടൗൺ ഹാളിലേതിന് സമാനമായ വൻ ജനത്തിരക്കാണ് സലീം കുമാറിന്റെ പറവൂരിലെ വീട്ടിലും അനുഭവപ്പെട്ടത്. 2:30-യോടെ ഭൗതികദേഹം വീട്ടിലെത്തിച്ചു. വൈകുന്നേരം 3:30-യോടെയായിരുന്നു സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകി യാത്രയയപ്പ്. മരിക്കുമ്പോൾ മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കി സംസ്കരിക്കണമെന്ന് സലീം കുമാർ മുൻപ് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു. വീട്ടുവളപ്പിൽ സംസ്കരിക്കണമെന്ന ആഗ്രഹവും കുടുംബാംഗങ്ങളോട് പങ്കുവച്ചിരുന്നു. ഇതനുസരിച്ചാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചത്. മകൻ ചന്തു ചിതയ്ക്ക് തീ കൊളുത്തി. മുഖ്യമന്ത്രി VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മന്ത്രി PC വിഷ്ണുനാഥ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, MLA-മാരായ അൻവർ സാദത്ത്, രമേശ് പിഷാരടി എന്നിവരും സിനിമാ സാംസ്കാരിക മേഖലകളിൽ നിന്നും ഒട്ടേറെ പ്രമുഖരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. തമാശകളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, ഉറച്ച നിലപാടുകൾ അറിയിച്ച സലീം കുമാറിനെ നിറകണ്ണുകളോടെയാണ് പലരും അനുസ്മരിച്ചത്. സലീം കുമാർ തന്റെ കൂടെപ്പിറപ്പായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സലീം കുമാറിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അടക്കം നിരവധി പ്രമുഖർ അനുശോചനം അറിയിച്ചു. കൊച്ചി അമൃത ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാവിലെ എത്തി സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. ദുഃഖം മാത്രം
പകർന്നു നൽകിക്കൊണ്ടാണ് വേർപാടുകൾ നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ വേർപെട്ട് പോകുന്നവർ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ആ വേദനയുടെ ആഘാതമെന്ന് പറയുന്നത് വളരെ കൂടുതലായി. മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, റോജി എം ജോൺ, VE അബ്ദുൾ ഗഫൂർ എന്നിവരും MP-മാർ MLA-മാർ അടക്കമുള്ള ജനപ്രതിനിധികളുമെത്തി 12 മണിയോടെ മുഖ്യമന്ത്രി VD സതീശനും ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. താൻ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് സലീം കുമാറാണ്. അത് അവകാശമാണെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിരുന്നുവെന്നും VD സതീശൻ അനുസ്മരിച്ചു. എനിക്ക് വ്യക്തിപരമായ നഷ്ടമെന്ന് പറയുന്നത് എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീം കുമാർ. അവസാനമാകുമ്പോൾ പറയും എൻ്റെ അവകാശമാണെന്ന് പറയും. ഞാൻ വേറെ ആരെയും വിളിക്കില്ല, സലീമിനെ മാത്രമേ വിളിക്കുകയുള്ളൂ എന്ന് പറയും. അത്രമാത്രം നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യം, ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തൻ്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എൻ്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്. സിനിമാ മേഖലയിൽ നിന്നും ജയറാം, സൗബിൻ, ജയസൂര്യ, ഹരിശ്രീ അശോകൻ, സിദ്ദിഖ്, രഞ്ജി പണിക്കർ, ജോണി ആന്റണി, നവ്യ നായർ തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങളും മിമിക്രി വേദിയിലെ സുഹൃത്തുക്കളായ നാദിർഷ, KS പ്രസാദ് അടക്കം നിരവധി കലാകാരന്മാരും സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. ഒരു നടനപ്പുറം മലയാളികളുടെ ദൈനംദിന സംഭാഷണങ്ങളുടെ ഭാഗമായിരുന്ന സലീം കുമാറിനെ അവസാനമായി കാണാൻ ആയിരക്കണക്കിന് സാധാരണക്കാരാണ് പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് പറവൂരിൽ എത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുമായി വലിയ ആത്മബന്ധമാണ് നടൻ സലീം കുമാർ കാത്തു സൂക്ഷിച്ചിരുന്നത്. ഗുരുതരമായ രോഗാവസ്ഥയിൽ നിന്ന് തന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് അമ്മയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. മനസ്സിന് വിഷമം തോന്നുന്ന ഘട്ടത്തിലൊക്കെ അമ്മയെ കാണാറുണ്ടെന്നായിരുന്നു പല വേദികളിലും അദ്ദേഹം പറഞ്ഞിരുന്നത്. സലീം കുമാർ അമ്മയെ കാണാനെത്തിയ അവിസ്മരണീയ മുഹൂർത്തത്തിലേക്ക്. വളരെ വളരെ സന്തോഷത്തിലാണ് ഞാൻ. കാരണം അമ്മയെ ഓരോ പ്രാവശ്യം ഞാൻ കാണാൻ വരുന്നത് എൻ്റെ ഡീസൽ തീരുമ്പോഴാണ്. അങ്ങനെ ഡീസൽ തീർന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ നേരെ അമ്മയുടെ അടുത്ത് വരും, ഡീസൽ അടിച്ചിട്ട് ഞാൻ പോകും. കാരണം വളരെ മാനസികമായ വ്യഥ അനുഭവിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഓടി വന്ന് അമ്മ എവിടെയായിരുന്നാലും ഞാൻ അമ്മയെ കാണാൻ വന്ന് തിരിച്ചു പോകുന്നത് നിറഞ്ഞ മനസ്സോടും സന്തോഷത്തോടും കൂടിയായിരുന്നു എന്നും.